ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് ആയി കഴിഞ്ഞു. ഫസ്റ്റ് ഇല്ല. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളൊരു പുതിയ വീഡിയോ ആയിട്ട് ഇന്ന് എത്തിയിട്ടുണ്ട്. ഒരു വണ്ടി വരുന്നുണ്ട് അവിടുന്ന്, അതുകൊണ്ട് ഒന്നും മിണ്ടാൻ പറ്റില്ല, പേടിച്ച് പറക്കാണ്. പറ സുഖം, എല്ലാവർക്കും സുഖമാണെന്ന് പറയാം. എല്ലാവർക്കും സുഖമല്ലേ? ആ, പിന്നെ അപ്പൊ നമ്മളിപ്പോ എവിടെ പോണത്? ഞാനോ? ഫാമിലി പോയിട്ട്. ഫാമിലി പോയിട്ട് ചെറിയ വീട്ടുണ്ട്. കഴുകാനോ? അപ്പൊ ഞങ്ങളെ ഫാമില് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു. ആ ഫാമില് ചെറിയ വീട് പോയിട്ട് കഴുകി വൃത്തിയാക്കാനും അവിടെ എന്തൊക്കെ കച്ചറകളെങ്കിൽ എടുത്ത് പുറത്ത് കളഞ്ഞിട്ട് അത് ക്ലീൻ ആക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ആഷിമ കൊണ്ട്, ആഷിമ ഹായ് പറ. തസ്ലീമ സ്കൂളിലാണ്. തസ്ലീമ ഞങ്ങൾ UAE-യിലായിരുന്ന സമയത്ത് ഞാൻ ഡ്രൈവിങ്ങിന് കൊണ്ടുപോയാക്കി. അങ്ങനെ ഡ്രൈവിങ് ലേണിംഗ് ടെസ്റ്റ് പാസ്സായില്ല. ലേണിംഗ് ടെസ്റ്റ് പാസ്സാകാത്ത സങ്കടത്തിൽ പിന്നെ വീണ്ടും അവൾ പോയില്ല. ഇപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ലൈസൻസ് എടുക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. ഇപ്പോൾ നിയമങ്ങളൊക്കെ മാറിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി മാറിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വണ്ടി ഓടിക്കാൻ കുറച്ച് പ്രയാസമാണ്. നമ്മളെ ഇവിടെ റോഡും കാര്യങ്ങളൊക്കെ ചെറിയ റോഡും വലിയ വണ്ടികളും, അപ്പോൾ അങ്ങനത്തെ ഒരു പേടി അവൾക്കുണ്ട്. പിന്നെ മൊറോക്കോന്ന് ഒരു പ്രാവശ്യം ലൈസൻസ് എടുക്കാൻ നോക്കി, അവിടുന്ന് സാഹചര്യങ്ങൾ ഒത്തു വന്നില്ല. ഇപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ സങ്കടപ്പെട്ട് പറയാണ്, അവിടുന്ന് എടുത്താൽ മതിയായിരുന്നു. അപ്പോൾ ഗൈസ്, ഞങ്ങൾ വഴിയിലിങ്ങനെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോകാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ ഇത് തോട്ടത്തിലേക്ക് പോകണ വഴിയാണ്. ഒറ്റ റോഡാണ്. ഈ പാടം ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് റോഡ് കാണിച്ചു. ഈ പാടത്ത് കൂടെ തന്നെയാണ് റോഡ് ഫുള്ള്. നമ്മളെ തോട്ടം എത്തണ വരെ, മല എത്തണ വരെ, കുന്നും മലകളൊക്കെ ഉണ്ട് ഇവിടെ. ഈ സാധനം ഇവിടെ തന്നെ ഈ എൻ്റെ സൗന്ദര്യം കാണിച്ചു കൊടുക്കാനല്ല, ഇവിടെ കുന്നും മലയും കാണിച്ചിട്ട് ഓളിങ്ങനെ ഓളെ സൗന്ദര്യം ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. അപ്പൊ കണ്ടോളി, എല്ലാവരും കണ്ടോളിമോ. ഓള് നോക്കിയേക്ക്. എങ്ങനെയുണ്ട് സ്ഥലങ്ങള്? അടിപൊളിയാ? പറയേ, എന്താ പറയാന്നോ, സ്ഥലം അടിപൊളിയാണ്. കേരളത്തിലെ സ്ഥലങ്ങൾ നല്ല സ്ഥലമാണെന്ന് പറയാം. കേരളത്തിലെ സ്ഥലങ്ങള് നല്ലത്, അടിപൊളി, സൂപ്പർ സീൻ, അടിപൊളി. അപ്പോൾ ഗൈസ്, നമ്മള് ഇവിടെ തോട്ടത്തിലെത്തിയിട്ടുണ്ട്. 2-3 ദിവസമായി, 5-6 ദിവസമായി, 2-3 അല്ല 5-6 ദിവസമായി ഇപ്പോൾ തോട്ടത്തിലൊക്കെ വന്നിട്ട്. നമ്മൾ കന്നിൻ്റെ അവിടെ, കന്നി വാ, കമാൺ വാ, വാടി വാ, ഇല്ലേ പെണ്ണില്ലേ? പത്തു ഉൽമ. വെള്ളത്തിൽ ചവിട്ടണ ഭയങ്കര ദേഷ്യമാണ്. വെള്ളം ഉണ്ടെങ്കിൽ അവിടെ താഴെ ഇറങ്ങില്ല. തുടല്ലേ. ആ, എന്തേ ഇറച്ചി കിട്ടിയോ? കുറച്ച് തടി വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ. മുറി എന്താ കാലം എന്താ ഒന്നുമില്ല, മേലെ പോവാ. അപ്പോൾ ഞങ്ങളെ അവിടെ ചെറിയ വീട്ടിൽ പോവാണ്, ഫാം ഹൗസിലേക്ക് സാധനങ്ങളൊക്കെ എടുത്തിട്ട് മുകളിലേക്ക് കയറാണ്. വണ്ടി കയറാൻ പ്രയാസമാണ്, മഴ പെയ്തുകൊണ്ട് കുറച്ച് പ്രയാസമുണ്ട് അവിടെ വണ്ടി കയറാൻ. അപ്പോൾ വണ്ടി കേടുവരുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ അവിടെ മുകളിലെ വീട്ടിൽ പോണ വഴിയാണ്. ഞാൻ വണ്ടി ഇങ്ങോട്ട് കയറ്റി, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല വണ്ടി കയറ്റുമ്പോൾ. ഞാനൊരു പഴം കാണിച്ചു തന്നിരുന്നു ആദ്യം, ആ പഴമാണ് ഈ നിൽക്കുന്നത്. ഇതിൻ്റെ പേരറിയണ പോലെ കമൻ്റ് അടിക്കാൻ പറഞ്ഞിരുന്നു. ആരും ഇത് കമൻ്റൊന്നും കണ്ടില്ല. പേരറിയാഞ്ഞിട്ടാണ് ഇനി അത് കമൻ്റ് അടിക്കാഞ്ഞിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക, ഇതിൻ്റെ പേരെന്താണ് ശരിക്കും അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മുടെ നാട്ടിലെന്താണ് ഇതിൻ്റെ പേരെന്ന് ആരെങ്കിലും പറഞ്ഞു തരണം. അപ്പോൾ എന്നാൽ നമുക്ക് ഇനി വീട് ക്ലീനിങ് തുടങ്ങാണ്. വീട് ക്ലീനിങ് ജമീല അവിടെ താഴെ ഉണ്ട്. താഴെ നിന്നിപ്പോൾ വരും, ആഷിമുണ്ട്. ആഷിമിനെ കൂട്ടിയിട്ട് അവർ വീഡിയോ പിടിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യുക, ക്ലീനിങ് തുടങ്ങാം. അതിന് മുന്നേ ഞാൻ ഫാമിലൊക്കെ ഒന്ന് കയറിയിട്ട് ഒന്ന് നോക്കിയിട്ട് എന്താ കാര്യങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തിയിട്ട് തിരിച്ചു വരാം. ഓക്കെ. കോഴിക്കുഞ്ഞുങ്ങൾ സുഖമായിട്ട് ഉറങ്ങുകയാണ്. ഇപ്പോൾ അധികം ചൂടില്ല, തണുപ്പില്ല, അങ്ങനത്തെ ഒരു കാലാവസ്ഥ, നല്ല അടിപൊളി കാലാവസ്ഥയാണ്. അപ്പോൾ അവർക്ക് നല്ല സുഖമായിട്ട് കിടക്കാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ.
ഇവിടെ ലൈറ്റ് കുറച്ച് കുറവാണ്, അപ്പോൾ ക്യാമറയിൽ ലൈറ്റ് കുറച്ച് കുറവായിരിക്കും കാണുന്നത്. ഒരു ഇരുണ്ട, അതായത് മഴക്കാലം ഇങ്ങനെ മൂടി നിൽക്കുന്നുണ്ട്, അത് കാരണം കുറച്ച് ലൈറ്റ് കുറവാണ്. സാധനങ്ങളിറക്ക് വേഗം. അതിനുള്ളൂ. എന്നാ ഒന്നുമില്ലെങ്കിൽ ഇത് പിടിച്ചോ, എന്നാ ഇത് പിടിച്ചോ, മറക്ക്. അപ്പോൾ ഇത് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. അവിടെ ഞാൻ അന്ന് അടിച്ച മരുന്നാണ് ഇപ്പോൾ അതിൻ്റെ എഫക്റ്റാണ് ഈ കാണുന്നത്. ഫുള്ള് ഉണങ്ങി പോയിട്ടുണ്ട്. നമ്മളെ കേസ് അങ്ങനെ നമ്മളെ വീടിൻ്റെ വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ അടുക്കള വൃത്തിയാക്കിയിട്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ ഒരുവിധം ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു ഞങ്ങൾ. അതായത് മീൻ കൊടുത്തിരുന്നു. മീൻ ഞങ്ങൾ കരിയിൽ വെച്ചിട്ട് ചുട്ടിട്ട് ഞങ്ങൾ കഴിച്ചു. അതുപോലെ കപ്പ ഉണ്ടായിരുന്നു, കപ്പ കരിയിൽ വെച്ച് ചുട്ടിട്ട് ഞങ്ങൾ കഴിച്ചിട്ടൊക്കെ റെഡി ആക്കിയിട്ട് ഇപ്പോൾ അവിടെ ഒരു കാർപ്പറ്റ് ഉണ്ട്, ആ കാർപ്പറ്റ് വിരിക്കാൻ വേണ്ടി പോവാണ്. അതാണ് അടുക്കള. അടുക്കളയിൽ വലിയ സൗകര്യം എന്നുള്ളത് പണിക്കാർ അവിടെ താമസിച്ചിരുന്ന കോഴിനൊക്കെ വന്ന പണിക്കാർ ഉപയോഗിച്ചിരുന്ന വീടായിരുന്നു. ആകെ കച്ചറായിട്ട് പൊടിയായിട്ട് മാറാലൊക്കെ പിടിച്ച് കിടക്കായിരുന്നു. അപ്പോൾ അത് ക്ലീൻ ആക്കിയിട്ട് പെയിൻ്റൊക്കെ ചെയ്ത് ഞാനും ജമീലും കൂടിയിട്ട് അത് പെയിൻ്റൊക്കെ അടിച്ച് ഇതിന് നീല പെയിൻ്റ് അടിച്ചു. പിന്നെ അതുപോലെ കിച്ചണൊക്കെ ഭയങ്കര വൃത്തികേടായിട്ട് ഭയങ്കര കച്ചറായിട്ട് കിടക്കുന്നു. അതൊക്കെ ഞങ്ങൾ കഴുകി വൃത്തിയാക്കി ഞങ്ങളിവിടെ രണ്ട് ദിവസം ഇവിടെ താമസിക്കുകയും ചെയ്തു അന്ന് ടൈമിൽ. ഇവിടെ 2 മുറിയാണ് ഉള്ളത്. ഒരു മുറിയിൽ ഗോഡൗൺ ആയിട്ട് ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആശിമും കൂടിയിട്ടുണ്ട്. ഇവിടെ കടക്ക് തസ്ലീമ അവിടെ കടന്നോളൂ, നമുക്ക് ഇവിടെ കിടക്ക്. ഇന്ന് ഇവിടെ കൂടാ അല്ല ആശയം? ഇന്ന് ഞങ്ങൾ ഇവിടെ കൂടാ ഇല്ല? ഇന്ന് ഇവിടെ കൂടാ? തസ്ലീമ അവിടെ അമ്മയുടെ നിന്നോളൂ. തസ്ലീമ അമ്മാന്റെ അടുത്ത് തുടങ്ങി പോകും. ഞാൻ പോണില്ല. അപ്പൊ ഗൈസ് ഇതാണ് നമ്മളെ റൂം ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളൊരു മജ്ലിസ് പോലെ, അതായത് ഒരു എന്താ പറയുക ഓഫീസ് റൂം എന്നൊക്കെ പറയില്ലേ, മജ്ലിസ് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. തലേണയുടെ കവറൊക്കെ കഴുകാൻ വേണ്ടി കൊണ്ടുപോയിക്കാം. നല്ല പൊടി ഉണ്ടായിരുന്നു, അത് കാരണം തലേണയുടെ കവറ് ഞങ്ങൾ കഴുകാൻ കൊണ്ടുപോയിക്കാണ്. അപ്പൊ ഇനി അടുത്ത വീഡിയോയില് പെരുന്നാളിന് ഇവിടെ വെച്ചായിരിക്കും ഇൻഷാ അല്ലാഹ് എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോ ആട് നമുക്ക് കട്ട് ചെയ്യണ്ടേ? ആടില്ല. അപ്പൊ ഗൈസ് നമ്മളിപ്പോ ഇവിടെ ഒന്ന് പോകാൻ പോവാണ്. 5:30 മണിയായി. തസ്ലീമ വീട്ടിൽ വന്നിട്ടുണ്ടാവും, അത് കാരണം നമുക്ക് പെട്ടെന്ന് പോകണം. തസ്ലീമ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ നിൽക്കാനുള്ള പ്ലാനായിരുന്നു. പക്ഷെ തസ്ലീമ നമ്മളെ കൂടെ ഇല്ല. അവള് മദ്രസ ഉണ്ടായിരുന്നു, സ്കൂളുണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിൽ പോയിട്ട് അവള് വീട്ടിൽ ഉമ്മാൻ്റെ അടുത്ത് തിരിച്ചു വന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടുന്ന് പുറപ്പെടുകയാണ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ വീട്ടിലെത്തി. ഫാമിലെ പണികളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിക്കാണ്. ഗൈസ് ഇതാണ് വീട്ടിലെ അവസ്ഥ. ഇതൊന്ന് നോക്ക്, ഫുള്ള് കച്ചറയാണ്. ആകെ കച്ചറ കൂടി കിടക്കാണ്, ഫുള്ളായിട്ട് കച്ചറയാണ്. ജമീലാക്ക് ഒരുപാട് പണിയുണ്ട്. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇവിടെ ലൈറ്റ് ഇല്ല, ലൈറ്റ് ഇട്ടേ. അപ്പോൾ ഇതൊക്കെ ഒരുക്കിയിട്ട് ഒക്കെ കഴിഞ്ഞതിന് ശേഷമേ കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഗൈസ് വീടിൻ്റെ അവസ്ഥകൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാനും ജമീലും ഒരു തീരുമാനത്തിലാണ്. ഈ പാവം ഒറ്റക്ക് ഒരിക്കലും ഇത് ഒരുമിച്ച് ഇത് ഒരാൾക്ക് ചെയ്യാൻ കഴിയില്ല. വലിയ വീടല്ല, അപ്പോൾ 2500 സ്ക്വയർ ഫീറ്റ് വീടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനും കൂടി ഇന്ന് ഇവളെ കൂടെ ജോലി ചെയ്യാനുള്ള തീരുമാനത്തിലാണ്. അപ്പോ ജമീല ഞാൻ സഹായിക്കാം. മുസാബക്ക ചാലഞ്ചാണ്. ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാത്രം ഇതൊക്കെ ഞാൻ കഴുകി വെക്കും. ഈ എന്താ ചെയ്യാ? കാബോർഡിൽ വെക്കണം. എങ്ങനെ കൊടുക്കണം? ഇത് തുറക്കണേ. സോപ്പ്, ക്ലോറക്സ്, ഫുള്ള്
തുടക്കുക. white. നീ എന്താ ചെയ്യാ? ഞാൻ റൂം ഫുള്ള് റൂമോ ബാത്റൂം. ബാത്റൂമും ഫുള്ള് റൂമും അവള് ക്ലീൻ ആക്കാന്നാ പറയുന്നത്. ഞാൻ പാത്രം കിച്ചണ് കംപ്ലീറ്റ് പാത്രം കിച്ചണ് കംപ്ലീറ്റ് ഞാൻ ശരിയാക്കി റെഡിയാക്കുന്ന ഞാൻ ചാലഞ്ചാണ്. അപ്പൊ ഇതൊരു ചാലഞ്ചായിട്ട് ഏറ്റെടുത്തിക്കാണ്. ഈ ചാലഞ്ചിൽ എല്ലാവരും പങ്കെടുക്കുക. ആരും പങ്കെടുക്കണ്ട, ഞാൻ തന്നെ ചെയ്തുകൊണ്ട് ഇത് ചാലഞ്ചായിട്ട് ഏറ്റെടുത്തിക്കാണ്. പിന്നെ അതുപോലെ ഞാൻ കിച്ചണും പാത്രങ്ങളൊക്കെ ഞാൻ റെഡിയാക്കും. അവള് റൂമും കാര്യങ്ങളൊക്കെ ഇതെന്താ മസിനൊക്കെ എന്തിനാ റൂം റെഡിയാക്കാൻ? മസിനെന്തിനാ? ശക്തിയോ? അപ്പൊ അവള് റൂമും ബാത്റൂമും കാര്യങ്ങളൊക്കെ അവൾ ക്ലിയർ ആക്കുന്ന പറയണത്. അപ്പൊ നമുക്ക് ആരാണ് ആദ്യം ഫിനിഷ് ആക്കുന്നത് അവർക്ക് എന്താ പ്രൈസ് എടുക്കുക? മീൻസ് അവൾ മുന്നേ ജെഫോസ് ഷുവർത്തി ഞാൻ ഫസ്റ്റ് ആയ 2000. അപ്പൊ ഞാന് ഫസ്റ്റ് ആയി കഴിഞ്ഞാല് 2000 രൂപ. 2000 ആണ് പിന്നെ എത്ര? ഇതേ 1000 എന്നാണ് പിന്നെ എത്ര? 2000 രൂപ എനിക്ക് തരുന്ന പറയണത്. ഡ്രസ് പെരുന്നാളിന് ഡ്രസ് പെരുന്നാൾ. അപ്പൊ ചാലഞ്ച് എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിൽ ഞാൻ ജയിച്ചാ എനിക്ക് പെരുന്നാൾ ഡ്രസ്സ് വാങ്ങി തരുന്ന പറയണേ. പെരുന്നാളിന്റെ ഡ്രസ്സ് ഞാൻ എന്താ തരണ്ടേ? ഡ്രസ് ആ ഡ്രസ്സിന് താങ്ങൂല. അത് 2000 ഒതുങ്ങൂല. അത് ചിലപ്പോ 5000 ഒക്കെ ആയിരിക്കും. എന്നാലും കുഴപ്പമില്ല. ഞാൻ ഇവൾക്ക് ഒന്ന് മാത്രം കുഴപ്പമില്ല. ഞാൻ ഇവൾക്ക് ഡ്രസ്സും ഞാനും വാങ്ങി കൊടുക്കും ഈ ചാലഞ്ചിൽ ജയിക്കുകയാണെങ്കിൽ. ഓക്കെ? അപ്പോ ഞാൻ സെർബി ബാത്റൂം 4 ബാത്റൂം ആയിക്കോട്ടെ. ഒന്ന് ചിക്കൻ. ഓക്കെ. ഒരു കിച്ചണ് 2 കിച്ചണോ? ഒരു കിച്ചണ് പടി ഒരു കിച്ചൺ അവിടെ. പിന്നെ അത് വേണമെങ്കിൽ ഞാൻ കഴുകാം. അത് ഫ്ലോർ. ഓക്കെ. അപ്പൊ ചാലഞ്ചാണ്. റെഡി? 1 2 3 ആണ് തുടങ്ങുന്നത്. അപ്പൊ ഗൈസ് നമ്മളെ പാത്രങ്ങളൊക്കെ അവിടെ കഴുകാൻ വേണ്ടി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ ഭാഗത്തും കേട്ടോ. അപ്പൊ തുടങ്ങല്ലേ? റെഡി? 1 2 3. സോപ്പ് എടുത്തു. എവിടെ പാത്രം? എവിടെ? ഇതിലേക്കട്ടെ. ഒന്നും കൊണ്ടുവരില്ലേ? ഓക്കെ. അപ്പൊ ഗൈസ് നമ്മളിപ്പോ എല്ലാം സോപ്പിട്ട് വെച്ചു. ഇവിടെ നല്ല പണി ഇട്ടിക്കണമെന്നുണ്ട്. വെള്ളം ബ്ലോക്ക് ആയിട്ടുണ്ട്. എന്താ പണി ചെയ്യാന്നൊരു കൊടുത്താൻ കിട്ടില്ല. വെള്ളം തുള്ളി പോണില്ല. ജമീലക്ക് കൊടുത്ത ടാസ്ക് അവള് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റൂമൊക്കെ വൃത്തിയാക്കി ബാത്റൂമൊക്കെ കഴുകാൻ വേണ്ടി പോവാണ്. റൂമൊക്കെ പോയി ഇപ്പോൾ ഡ്രസ്സുകളൊക്കെ അടുക്കി വെക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ജമീല എന്തായി? കഴിഞ്ഞിട്ടില്ല? എന്താ ബാക്കി? ഫുള്ള് ബാക്കി. ബാത്റൂം ബാക്കി, ഡ്രസ് ബാക്കി, ഫുള്ള് ബാക്കി. എന്താ ബാക്കി? ഡ്രസ്, ബാത്റൂം, മെഷീൻ ഫുള്ള് ബാക്കി. അപ്പൊ എന്താ ചെയ്തിരുന്നു ഇവിടെ? പാത്രം കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ ഒന്നും ചെയ്തില്ല. താഴെ നീ ഒരുമിച്ചിട്ട് ചെയ്യുക. കിച്ചൺ താഴെ അടിക്കുമ്പോൾ ഒരുമിച്ചിട്ട് വൃത്തിയാക്കാന്നുള്ള ലെവലിലിട്ട് താഴെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ജിമിനാൻ്റെ അടുത്തൊന്ന് പോയി നോക്കട്ടെ എന്തൊക്കെ സംഭവം. ഫുള്ള് കഴിഞ്ഞോ? എന്താ ബാക്കി? മക്കളെ ജമീലാന്റെ ഫുള്ള് കഴിഞ്ഞു. ഒന്ന് ഡ്രസ്സൊക്കെ എടുക്കാനുള്ള പരിപാടിയാണ്. റെഡിയാക്കിയല്ലേ? ഇത് തലയൊക്കെ റെഡിയാക്കിയല്ലേ? എന്ത് പോണ് ഇന്റെ കയ്യിൽ പിടിച്ചോ. കഴിഞ്ഞാൽ എന്താ ബാക്കി? എന്താ എന്ത് പറ്റി? 1 മണിക്കൂർ പണിയെടുത്തു. മലയാളത്തിൽ തെറിയൊന്നും പറയാൻ അറിയാത്തോണ്ട് തെറിയൊന്നും പറയുന്നില്ല. അറബി
നോക്ക്. അറബി ഓക്കെ? എന്നാ അറബിയിൽ പറഞ്ഞോ. പാവട്ടോ. എന്താ പാവാത്തോ? പോയി എന്താ പോയി ഹാപ്പിയല്ലേ? അപ്പില്ല. കുഴപ്പമില്ല, സാരല്ല സാരല്ല കേട്ടോ. انت صار اللي صار حرام عليك من قبل وانا كان صايف حوايج والله حرام عليك. ആള് കരച്ചിൽ തുടങ്ങി, സങ്കടായി. يلا يلا പോയി 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 പോയി. അപ്പോൾ ഗൈസ് അവിടുന്ന് തടി കഴിച്ചിലാക്കണം നല്ലത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാലേ ചിലപ്പോൾ ഞാൻ അവിടെ നിന്ന് മോതടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. അത് കാരണം ഞാൻ പതുക്കെ എൻ്റെ പണി ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. കഴിഞ്ഞോ? കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു, ഫുള്ള് കഴിഞ്ഞു. സോറി സോറി എന്തിന്? ഫുള്ള് ഡ്രസ് പോയി. നാളെ കഴിക്ക റൂമ് ഫുള്ള് കഴിക്ക. ഫുള്ള് വൃത്തിയാക്കി അതിന് സോറി പറയാം. സോറി പറയും. ഗുഡ് സോറി ഗുഡ് സോറി. പിന്നെ ഈ ഫസ്റ്റ് ആയ ഞാൻ ഫസ്റ്റ് നാളെ കഴിഞ്ഞോ? നാളെ കഴിഞ്ഞോ? ഫസ്റ്റ് നാളെ കഴിഞ്ഞോ? ഇത് കഴിഞ്ഞിട്ടില്ല. ഇല്ല. അപ്പൊ ഡ്രസ് ആക്കല്ലേ കിട്ടാ? എന്താ ഫുള്ള് ഡ്രസ് പുറത്ത്. എന്താ തലയാണ പ്രശ്നമില്ല. ഫുള്ള് തലയില പോയി, ഡ്രസ് പോയി, ഫുള്ള് പോയി. ആന കഴിഞ്ഞിട്ടില്ല. കുഴപ്പമില്ല, ഡ്രസ് ഞാൻ ഫസ്റ്റ് ആയി കഴിഞ്ഞു. ഫസ്റ്റ് ഇല്ല. ഫസ്റ്റ് ഇല്ല. കഴിക്ക 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 ഫുള്ള് കഴിക്കാറ ഫുള്ള് കഴിക്കാറ. ശരി. ആട്ടപ്പൊടി കൊടുത്തു. നോക്കി കഴിച്ചു നോക്കി. ഞാൻ അത്രയും ചെയ്തിട്ടില്ല. ഞാൻ ആ ഡ്രസ് എടുത്ത് വെച്ചിട്ടുള്ളൂ. ഫുള്ള് ഡ്രസ് പോയി, ഫുള്ള് ഡ്രസ്. ഈ പാത്രം കഞ്ഞി കഴി എങ്ങനെ കഴിക്കും മനസ്സിലായി. എന്റെ കണ്ണിലടക്കം പോയി. കണ്ണിൽ അപ്പൊ ചാലഞ്ച് ഇതോടെ അവസാനിച്ചു. ചാലഞ്ച് ഇനി നടക്കൂല. ഇതൊക്കെ കഴുകി വൃത്തിയാക്കി വരുമ്പോ ചാലഞ്ച് ഒക്കെ നോക്കി കോലം നോക്കും. ഇനി ആദ്യം ഇത് വൃത്തിയാക്കാൻ നോക്കട്ടെ. ചാലഞ്ച് ഉണ്ടാക്കിന്. ഡ്രസ്, റൂം, ബാത്റൂം കഴിക്ക ഫുള്ള് കഴിഞ്ഞോ? ഇതോ അതൊരു കോളാക്കി. അപ്പൊ ഇതോ ഇത് ഫസ്റ്റ്. ഇത് ഫസ്റ്റ് ഇല്ല. നോക്ക് ഷുഫ് ഷുഫ്. ഇത് ഫസ്റ്റ്. ഇത് ഫസ്റ്റ് ഇല്ല. ഇത് ഫസ്റ്റ്. നാളില്ല. ഇത് ഫസ്റ്റ്. എങ്ങനെ നല്ല പണി കിട്ടിയിട്ടുണ്ടോ ഗൈസ്? എന്താ കാട്ടിക്കുന്നത്? അവൾക്കാണ് ചേച്ചി കഴിക്ക ഫുള്ള് കഴിക്കണം. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ കാണാം. ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അടുത്തുള്ള പണി. ഓക്കെ, ബൈ.